നമ്മൾ ഒറ്റത്തും പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂർ ഉപയോഗിച്ചിരിക്കുകയാണ്. നമ്മളിതിലിപ്പം ഇരുമ്പ് വെയിറ്റ് ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മളൊരു ലൂർ ഉപയോഗിച്ചിരിക്കുകയാണ്. അതിൽ 2 കൊളുത്തുണ്ട്. ഇവിടെ നമ്മൾ കെട്ടുന്നത് സിവൽ അല്ല, ഈ സിവലിൻ്റെ ഇവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ലീഡർ ലൈനാണ്. നമ്മളിവിടെയാണ് കെട്ടിയിരിക്കുന്നത് ഒറ്റത്തും. അത് കഴിഞ്ഞിട്ട് ഒറ്റത്തുമ്പ് കെട്ടിയിട്ടുണ്ട്. ഓറഞ്ച് കളറ് ഇതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഒറ്റ കൊളുത്തേ ഉള്ളൂ. എന്തായാലും എറിഞ്ഞു നോക്കാം. കലക്കൽ ഏകദേശം എത്തി. നമുക്ക് ഒറ്റത്തുമ്പിൽ മീനടിച്ചിട്ടുണ്ട്. ചെറിയ ഒറ്റക്കുട്ടിയാണ് അടിച്ചത്. കരയ്ക്ക് കയറ്റാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളിതേപോലെ ലൂർ എറിയുമ്പോഴും എന്ത് ചെയ്താലും നമ്മളെ എറിയുന്ന ഉപകരണം ഏത് വഴി വരുന്നു, എങ്ങനെ വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മീൻ കോളം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒറ്റത്തുമ്പൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ അത് നമുക്ക് യൂസ്ഫുള്ളാവും. ഇതാണ് ആ മീൻ. ഒക്ടോപ്പസ് മേളിൽ കയറുന്നത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കാണാം. ഇതാണ് സംഭവം. എന്തായാലും നമ്മൾ സഞ്ചി അവിടെ ഇരിപ്പുണ്ട്. അതുവരെ ഒന്ന് കയറി പോകണം. ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്ക് വരുമ്പോഴാണ് കൂടുതൽ മീനടിക്കാൻ ചാൻസ് കൂടുതൽ. ചിലപ്പോൾ എന്നെ ആളില്ലാത്ത സമയത്ത്. റോഡൊക്കെ നല്ലവണ്ണം കെയർ ചെയ്തോണം വയ്ക്കാൻ. ഒറ്റത്തും അത്യാവശ്യം സൈസുണ്ട്. കൊള്ളാം. ഒരു 5 കിട്ടിയ ഒരു ദിവസത്തെ ഒരു 4 പേരൊക്കെ ഉള്ള വീട്ടിൽ സുഖമായിട്ട് ഒരു ദിവസം കഴിക്കാം. അടുത്തടിച്ചിട്ടുണ്ട്. ആദ്യത്തെ നേരെ തന്നെ മീനടിച്ചു. അതും ആ സെയിം സൈസില്ല. അതുകൊണ്ട് വലത്തോട്ടാണ് രക്ഷപ്പെട്ടു. അതിനേക്കാളും ശാലം കൂടെ കൊണ്ട് കിട്ടും. ശാലം കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരാളുകൂടെ കൂടെ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്പാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ കയറി ഇറങ്ങി നടക്കണം. അതൊരു വലിയൊരു പണിയാണ്. റോഡ് നമ്മൾ മീൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് മീൻ പോയാലും നമുക്ക് റോഡ് വേണം. ഇപ്പോൾ റോഡും റെയിലും കെയർ ചെയ്ത് വേണം നമ്മൾ ചൂണ്ടയിടാൻ പോവാൻ. മീൻ ഒറ്റത്തുമ്പിലടിച്ച മീൻ. ഓറഞ്ച് കളർ ഒറ്റത്തുമ്പ്. ഈ ഒറ്റത്തുമ്പ് കെട്ടുന്നതിൽ ഒരു ചെറിയൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. അത് സൂക്ഷിച്ച് എല്ലാവരും നല്ലോണം കണ്ട് ചെയ്യുക. കെട്ടിയെടുക്കുക. സ്വന്തമായിട്ട് കെട്ടിയെടുത്ത് ഉപയോഗിക്കാമെന്നുള്ള സാധനമാണ് ഒറ്റത്തുമ്പ്. അതിന് വലിയ വിവര വിദ്യാഭ്യാസം, വലിയ പഠിത്തം അതൊന്നും വേണ്ട. വെരി സിമ്പിൾ. 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ തോന്നുന്നത്. അടിച്ചു നമ്മളെ ഒറ്റക്കുട്ടി അടിച്ചു. ചുണ്ടൻ്റെ ചീസ് കഴിഞ്ഞതും ഒറ്റ അടിച്ചു. അടുത്ത
മൂന്നാമത്തെ മീനടിച്ച്. ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങടെ വെള്ളം കാണിച്ചാൽ ഒറ്റയടിക്കുമ്പോൾ ഈ സൗണ്ട് അത് പുറപ്പെടുവിക്കും. ഒറ്റത്തുമ്പിലടിച്ച മീൻ. സൈഡിൽ കൊപ്പായതാണ്. അത് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ട് നടക്കും കൂട്ടത്തോട്. അടിച്ചടിച്ച് നോക്കിയാലേ ഇത് എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങോട്ട് ഒരിടത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് കിട്ടിയാൽ ചെറുതാണത്. കിട്ടിയാൽ ഏറ്റവും ചെറുതാണ്. എന്തായാലും ബാക്കി അറിയാം. ഇത് 4ാമത്തെ മീനാണ്. 4ാമത്തെ മീൻ. നാലാമത്തെ മീൻ കഴിഞ്ഞിട്ട് അടുത്ത കാസ്റ്റിംഗ്. പതയിൽ വന്നാണ് എടുത്തത്. അത്യാവശ്യം പിടിയുണ്ട്. മീൻ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു. സൈസ് തോന്നുന്നു. ശരി, പിടിത്തം 5ാമത്തെ മീന് ശകല സൈസുണ്ട്. എന്നാലും ഇവന് ഇവിടെ വെച്ച് തന്നെ അങ്ങ് പിടിക്കാം. കയ്യിൽ നിന്ന് പോകണ്ടല്ലോ. ഇല്ലടാ പിടിച്ചോട്ട് ക്യാമറ കാഴ്ച പൊട്ടിക്കുന്നു. പൊക്കപ്പൊക്കെ കൃത്യം പൊക്കപ്പാണ്. അടിപൊളി പൊക്കപ്പ്. നല്ല സൈസുണ്ട് മീന്.